വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പുസ്തകം തുറക്കുവാൻ നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായികയാൽ ഏറ്റവും കരഞ്ഞു. ഒരു വിശ്വാസി അവസാനമായി കരയുന്നതായി പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പരിശോധിച്ചാൽ അനവധി ആളുകൾ കരഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1. അബ്രഹാം സാറയുടെ മൃതദേഹത്തിന് അടുത്തിരുന്ന് കരഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 23:2. 2. മിസ്രൈമ്യ അടിമവേല നിമിത്തം ഇസ്രായേൽ മക്കൾ കരഞ്ഞു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23:3-7. 3. മോശ മിരിയാമിൻ്റെ പാപത്തെ പ്രതി കരഞ്ഞു. സംഖ്യ 12:13. 4. യോശുവ ഇസ്രായേലിൻ്റെ പാപത്തെ ഓർത്ത് കരഞ്ഞു. യോശുവ 7-ാം അധ്യായം. 5. നവോമി മോവാബ് വിട്ടപ്പോൾ ഉച്ചത്തിൽ കരഞ്ഞു. രൂത്ത് 1:9. 6. ഹന്ന തൻ്റെ വന്ധ്യതയെ ഓർത്ത് കരഞ്ഞു. 1 ശമൂവേൽ 1:10. 7. യാക്കോബ് യോസഫിനെ ഓർത്ത് കരഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 37:34. 8. റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു. മത്തായി സുവിശേഷം 2:17. ഇരമ്യാവ് 31:15. 9. ശൗലിൻ്റെ പരാജയം ഓർത്ത് ശമൂവേൽ കരഞ്ഞു. 1 ശമൂവേൽ 15:35. 10. ദാവീദ് തൻ്റെ പാപത്തെ ഓർത്ത് കരഞ്ഞു. സങ്കീർത്തനം 32:4. സങ്കീർത്തനം 51:17. 11. അബ്നോൻ ബലാത്കാരം ചെയ്ത താമാർ കരഞ്ഞു. 2 ശമൂവേൽ 13:19. 12. ദാവീദ് തൻ്റെ പുത്രൻ്റെ മരണത്തിൽ കരഞ്ഞു. 2 ശമൂവേൽ 18:33. 13. ഹിസ്കിയാവ് യെരുശലേമിനുണ്ടായ ഭീഷണി ഓർത്ത് കരഞ്ഞു. 2 ദിനവൃത്താന്തം 32:20. 14. യഹൂദ അടിമകൾ സിയോനെ ഓർത്ത് കരഞ്ഞു. സങ്കീർത്തനം 37:1. 15. നെഹമ്യാവ് യെരുശലേമിൻ്റെ ഇടിഞ്ഞു കിടന്ന മതിലുകളെ ഓർത്ത് കരഞ്ഞു. നെഹമ്യാവ് 1:4. 16. മൊർദെഖായി ഹാമാൻ്റെ ദുഷ്ടപദ്ധതിയെ ഓർത്ത് കരഞ്ഞു. എസ്തേർ 4:1. 17. ദാനിയേൽ ഇസ്രായേലിൻ്റെ പാപത്തെ ഓർത്ത് കരഞ്ഞു. ദാനിയേൽ 10:2. 18. കനാന്യസ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി കരഞ്ഞു. മത്തായി സുവിശേഷം 15:22. 19. പിതാവ് ദുരാത്മാവ് ബാധിച്ച മകന് വേണ്ടി കരഞ്ഞു. മാർക്കോസ് 9:24. 20. വിധവ തൻ്റെ മരിച്ച മകന് വേണ്ടി കരഞ്ഞു. ലൂക്കോസ് 7:13. 21. 2 സഹോദരിമാർ മരിച്ച സഹോദരൻ അഥവാ ലാസറിനെ ഓർത്ത് കരഞ്ഞു. യോഹന്നാൻ 11:33. ഇതുകൂടാതെ കർത്താവായ യേശുക്രിസ്തു കരഞ്ഞതായിട്ട് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു എന്തിനെല്ലാം വേണ്ടി കരഞ്ഞു? 3 സന്ദർഭം നമുക്ക് കാണുന്നു. 1. ഒരു വ്യക്തിക്ക് വേണ്ടി യേശുക്രിസ്തു കരയുന്നു, അതായത് ലാസറിൻ്റെ കല്ലറയ്ക്കൽ. യോഹന്നാൻ 11:35. 2. ഒരു ജാതിക്കായി യേശു കരഞ്ഞു. യെരുശലേമിനെ ഓർത്ത്. ലൂക്കോസ് 19:41. 3. സകല ലോകത്തിനുമായി യേശുക്രിസ്തു ക്രൂശിനുമേൽ വെച്ച് നിലവിളിച്ചു അല്ലെങ്കിൽ കരഞ്ഞു. മത്തായി 27:50. നാം എന്തിനെല്ലാം വേണ്ടി കരയണം? 1. നമ്മിലുള്ള പാപം പോക്കുന്നതിന് വേണ്ടി കരയണം. സങ്കീർത്തനം 32:4. സങ്കീർത്തനം 51:17. 2. നമ്മുടെ മക്കളെ ചൊല്ലി കരയണം. ലൂക്കോസ് 23:28. 3. നമ്മുടെ ദേശത്ത് സുവിശേഷം ശക്തിപ്പെടുവാൻ കരയണം. സങ്കീർത്തനം 126:5. 4. നമ്മുടെ സഭകളിൽ ആത്മാക്കൾ വരുവാനായിട്ട് കരയണം. അപ്പോസ്തല പ്രവർത്തികൾ 20:31. വെളിപ്പാട് പുസ്തകം 5:4 യോഹന്നാൻ കരഞ്ഞു. എന്തുകൊണ്ട് യോഹന്നാൻ കരഞ്ഞു? ഇതിന് 2 കാരണമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 1. ഇസ്രായേലിലെ ഒരു ദരിദ്രൻ തന്നെത്താൻ വിറ്റാൽ അവൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വീണ്ടെടുക്കാം. ലേവ്യ 25:47 തൊട്ട് 49 വരെയുള്ള വാക്യങ്ങൾ. ഒരുവൻ്റെ അവകാശം വിറ്റാൽ ചാർച്ചക്കാരനോ താൻ തന്നെയോ വീണ്ടെടുക്കാം. ലേവ്യ 25:25 തൊട്ട് 28 വരെ. ഉദാഹരണം ഇരമ്യാവിൻ്റെ ചരിത്രം. ഇരമ്യാവ് 32:6 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ. 3. അവകാശത്തിൻ്റെ വീണ്ടെടുപ്പ് രൂത്തിൻ്റെ പുസ്തകത്തിൽ കാണാം. രൂത്ത് 4:5 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. 4. പാപത്തിൽ വീണ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയാതെ പോയി. സങ്കീർത്തനം 49:7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം 7:14 യേശുക്രിസ്തു ക്രൂശിന്മേൽ വീണ്ടെടുപ്പ് പൂർത്തീകരിച്ചു, എങ്കിലും അതിൻ്റെ പൂർണ്ണത സാധ്യമാകത്തില്ലയോ എന്ന് ഭയപ്പെട്ടുകൊണ്ടായിരിക്കാം യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ കരയുന്നത്. 2. അതായത് എന്തുകൊണ്ട് യോഹന്നാൻ കരഞ്ഞു എന്നതിന് 2ാമത്തെ കാര്യം. വെളിപ്പാട് പുസ്തകം 4:1 മേലാൽ സംഭവിപ്പാനുള്ളത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ കാണിപ്പാനുള്ളത് തുറക്കുവാനോ മുദ്ര പൊട്ടിപ്പാനോ ആരുമില്ല. അതോർത്ത് കരഞ്ഞു. ഈ പുസ്തകത്തിലുള്ളത് വെളിപ്പാട് പുസ്തകം 6:1 തൊട്ട് 22 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നതാണ്. മനുഷ്യവർഗത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും വിവരണമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാളെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.